കാസർഗോട്ടും പ്രതിഷേധം നടക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കാസർഗോട്ട് നിന്നുള്ളതാണ്. അവിടെയും വി.ഡി. സതീശന് വേണ്ടിയുള്ള പ്രകടനമാണ് നടക്കുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട് മുഴുവൻ ഇപ്പോൾ ഒരു പ്രതിഷേധ വേദിയായി മാറുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കും തെരുവുകൾ ഈ പ്രതിഷേധങ്ങളാൽ നിറയുകയാണ്. വിലക്കുണ്ട്. വി.ഡി. സതീശന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അല്പസമയം വരുന്നുണ്ട്. പറയുന്നത് 102 സീറ്റുമായി കോൺഗ്രസിന്റെയും UDF-ന്റെയും ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് AIC കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്ക് മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്നും പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്ന ഒരു വി.ഡി. സതീശന്റെ പ്രതികരണം വന്ന് 2 മിനിറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹൈക്കമാൻഡ് ഒരുപക്ഷെ KPCCയുടെ വിലക്ക് വന്നതിന്റെ തുടർച്ചയിലായിരിക്കണം പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രതികരണം ഫേസ്ബുക്കിൽ വരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സംഖ്യ പ്രവർത്തകർ തിരുവനന്തപുരത്താവട്ടെ, തൃശ്ശൂരാവട്ടെ, കാസർഗോഡാവട്ടെ വലിയ സംഖ്യ പ്രവർത്തകർ അക്കൂട്ടത്തിലുണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കാൻ. AIC നിരീക്ഷകർ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് MLA-മാരുമായി 1-to-1 മീറ്റിംഗ് നടത്തി. അവരുടെ നിലപാട് അതൊരു പക്ഷേ 43 പേരൊക്കെ KC വേണുഗോപാൽ അനുകൂലമാണ് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് രാവിലെ പുറത്തുവിട്ട മുകുൾ വാസികിന്റെ കയ്യിലെ ചിത്രപ്രകാരം ആദ്യഘട്ടത്തിൽ നീലകണ്ഠൻ ഒഴികെ, ഉദുമ MLA ഒഴികെയുള്ള ബാക്കി താഴോട്ടുള്ള ഒരു 6, 7, 9, 10 പേരെങ്കിലും KCക്ക് അനുകൂലം ആണ്. അപ്പോൾ അത് സ്പെസിഫിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് ഒരു പക്ഷേ KCക്ക് അനുകൂലമായി അല്ലെങ്കിൽ KCക്ക് അനുകൂലമാണോ എന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ അതേസമയം പബ്ലിക് സെന്റിമെന്റ്സ്, പ്രവർത്തക വികാരമൊക്കെ VDക്ക് അനുകൂലമാണോ എന്ന നിരീക്ഷണം കൂടി ഈ നിരീക്ഷകർ ഹൈക്കമാൻഡ് മുന്നിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ 3 പേരായിരുന്നു KC വേണുഗോപാൽ. ഹൈക്കമാൻഡ് പരിഗണിക്കുമെന്നാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരത്തെ അരവിന്ദ് അറിയിച്ചത്. അതായത് MLA-മാരുടെ അഭിപ്രായം എന്ത്, മറ്റൊന്ന് ജനവികാരം എന്താണ്, ഘടകകക്ഷികളുടെ അഭിപ്രായം എന്ത്, ഈ 3 ഘടകങ്ങൾ പരിഗണിച്ചാകും ഹൈക്കമാൻഡ് തീരുമാനം കൈക്കൊള്ളുക എന്ന് പറയുമ്പോഴും ഹാഷ്മി അതിൽ അവശേഷിക്കുന്ന 2 നേതാക്കൾ അതിൽ അവശേഷിക്കും അപ്പോഴും എന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും എന്നൊക്കെയുള്ളത് വളരെ പ്രധാനമാണ്. ഏതായാലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത്. ജനവികാരം ഇത്ര വലിയ രീതിയിൽ വലിയൊരു അളവിലേക്ക് തെരുവിൽ പ്രതിഫലിക്കുമ്പോൾ അത് ജനവികാരം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. എന്നാൽ MLA-മാരുടെ അഭിപ്രായം അത് പരിഗണിക്കണം. ഒപ്പം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ഏത് തരത്തിലേക്ക് തീരുമാനം ഉണ്ടാകുമെന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.